ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കലകളുടെ അടുത്ത ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് കലകളെ പറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നടനമാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? കേരള നടനം കഥകളിയിൽ നിന്ന് ഉടലെടുത്ത നൃത്തരൂപമാണ് എന്ത്? കേരള നടനം. കഥകളിയിൽ നിന്ന് ഉടലെടുത്ത നൃത്തരൂപമാണ് കേരള നടനം. ഈ കഥകളിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്ത് ഗുരു ഗോപിനാഥ് ഇത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാലാണ്. ഗുരു ഗോപിനാഥിന്റെ നടനഗ്രാമം സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവാണ്. ആ നടനഗ്രാമം സ്ഥാപിച്ചത് 1995 1995 നടനഗ്രാമം സ്ഥാപിച്ചത്. അത് വട്ടിയൂർക്കാവിലാണ്. ഇനി കേരള നടനം ആദ്യകാലത്ത് അറിയപ്പെട്ടത് കഥകളി നടനം എന്നാണ്. എന്താണ് കേരള നടനം ആദ്യകാലത്ത് നമ്മൾ അറിയപ്പെട്ടത് എന്താണ്? കഥകളി നടനം എന്നാണ്. അതിന് കാരണം എന്താണ്? കാരണം ഈ കേരള നടനം കഥകളിയിൽ നിന്ന് ഉടലെടുത്ത ഒരു കലാരൂപമാണ്. അതുകൊണ്ടാണ് എന്ത് കഥകളി നടനം എന്ന് ആദ്യകാലത്ത് അറിയപ്പെടുന്നത്. അതിനെ പിന്നീടാണ് കേരള നടനം എന്ന് പേര് മാറ്റിയത്. ഇനി കേരള നടനത്തിന്റെ നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട കൃതി ഏതാണ്? നടന കൈരളിയാണ്. ഏതാണ്? നടന കൈരളി കേരള നടനത്തിന്റെ നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട കൃതി. നടന കൈരളി രചിച്ചത് ഗുരു ഗോപിനാഥാണ്. നടന കൈരളി രചിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെയാണല്ലോ ഈ കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ അദ്ദേഹം തന്നെ രചിച്ച നടന കൈരളി എന്ന കൃതിയിലാണ് ഇതിനെപ്പറ്റി ഈ നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. അപ്പൊ ഗുരു ഗോപിനാഥന്റെ ആത്മകഥ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിത സ്മരണകൾ. എന്താണ്? എന്റെ ജീവിത സ്മരണകളാണ് ഗുരു ഗോപിനാഥന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. ഇനി ഏകാംഗ നൃത്തം, സംഘനൃത്തം, യുഗ്മനൃത്തം, ബാല, നാടക നടനം എന്നിങ്ങനെ 5 പ്രധാന രീതിയിൽ അവതരിപ്പിക്കുന്ന കലയാണ് ഇത് കേരള നടനം കേട്ടോ. എങ്ങനെയാണ്? ഏകാംഗ നൃത്തം, സംഘനൃത്തം, യുഗ്മനൃത്തം, ബാല, നാടക നടനം എന്നിങ്ങനെ 5 പ്രധാന രീതിയിൽ അവതരിപ്പിച്ച കലയാണിത് കേരള നടനം. അപ്പൊ ഒന്നുകൂടി കേരള നടനം നോക്കാം. കഥകളിൽ നിന്ന് ഉടലെടുത്ത കലാരൂപമാണ് ഇത് കേരള നടനം. കേരള നടന ഉപജ്ഞാതാവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരു ഗോപിനാഥാണ്. ഇനി ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവും. ഈ സ്ഥാപിച്ച വർഷം 1990. ഈ ഗുരു ഗോപിനാഥിന്റെ നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവിലാണ്. ഈ നടനഗ്രാമം സ്ഥാപിച്ചത് 1995. ഈ കേരള നടനം ആദ്യകാലത്ത് അറിയപ്പെട്ടത് എന്താണ്? കഥകളി നടനം എന്താണ്? എന്താണ്? കഥകളി നടനം എന്നാണ് കേരള നടനം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. കേരള നടനത്തിന്റെ നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട കൃതിയാണ് നടന കൈരളി. എന്താണ്? കേരള നടനത്തിന്റെ നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട കൃതിയാണ് നടന കൈരളി. നടന കൈരളി രചിച്ചത് ഗുരു ഗോപിനാഥ്. എന്താണ്? നടന കൈരളി രചിച്ചത് ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥിന്റെ ആത്മകഥ എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. ഇനി ഏകാംഗ നൃത്തം, സംഘനൃത്തം, യുഗ്മനൃത്തം, ബാല, നാടക നടനം എന്നിങ്ങനെ 5 പ്രധാന രീതിയിൽ അവതരിപ്പിക്കുന്ന കലയാണ് ഏത്? കേരള നടനം. 5 രീതിയിൽ അവതരിപ്പിക്കുന്ന കലയാണ് കേരള നടനം. അത് ഏതൊക്കെ രീതിയിലാ? ഏകാംഗ നൃത്തം, സംഘനൃത്തം, യുഗ്മനൃത്തം, ബാല, നാടക നടനം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വന്നത് ചവിട്ട് നാടകമാണ് കേട്ടോ. അപ്പൊ ചവിട്ട് നാടകത്തെ പറ്റി നോക്കാം. പോർച്ചുഗീസുകാരുടെ ആധിപത്യ കാലത്ത് കേരളത്തിൽ ഉടലെടുത്ത കലാരൂപമാണ്. എന്താണ്? പോർച്ചുഗീസുകാരുടെ ആധിപത്യ കാലത്ത് കേരളത്തിൽ ഉടലെടുത്ത കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. ഇനി കഥകളിക്ക് ബദലായിട്ടാണ് 17-18 നൂറ്റാണ്ടിൽ, ഇപ്പോഴല്ല 17-18 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യൻ മതമേലാധികാരികൾ വികസിപ്പിച്ച കലാരൂപം എന്ന് അറിയപ്പെടുന്ന കേട്ടോ. അങ്ങനെ പറയപ്പെടുന്ന ഒരു കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. കഥകളിക്ക് ബദലായിട്ട് 17-18 നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മതമേലാധികാരികൾ വികസിപ്പിച്ച കലാരൂപം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ചവിട്ട് നാടകമാണ്. ലാത്തിൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഇത് ആവിർഭവിച്ചത്. എന്താണ്? ലാത്തിൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഇത് ആവിർഭവിച്ചത്. ഫോർട്ട് കൊച്ചിയിലാണ് ചവിട്ടുനാടൻ ജന്മസ്ഥലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. എന്താ? എവിടെയാണ്? ഫോർട്ട് കൊച്ചിയിലാണ് ചവിട്ടുനാടകന്റെ ജന്മസ്ഥലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഇത് ആവിർഭവിച്ചത്. ഫോർട്ട് കൊച്ചിയാണ് ചവിട്ടുനാടകത്തിന്റെ ജന്മസ്ഥലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ചവിട്ടുനാടകത്തോട് കൂടുതൽ സാമ്യമുള്ള യൂറോപ്പിലെ സംഗീത നാടകം ഏതാണ്? ഒപ്പേറ. ഈ ഒപ്പേറ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാനും അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് ഈ സഫാരി ചാനലില്ലേ, സഫാരി ചാനലിന്റെ യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബിൽ കുറെ വീഡിയോകളൊക്കെ ഉണ്ട്. സഫാരി ചാനലിന്റെ അവരുടെ കുറെ വീഡിയോസ് യൂട്യൂബിലും മറ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഒപ്പേറ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അത് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കലാരൂപമാണ് ഈ ഒപ്പേറ എന്ന് പറയുന്നത്. അത് എവിടത്തെയാണ്? യൂറോപ്പിലെ സംഗീത നാടകമാണ് കേട്ടോ. യൂറോപ്പിലെ ഒരു സംഗീത നാടകമാണ് ഒപ്പേറ. അതുമായിട്ട് ഒരുപാട് അടുത്ത സാമ്യമുള്ള ഒരു കലാരൂപം, കേരളത്തിലെ കലാരൂപമാണ് ഇത് ചവിട്ട് നാടകം എന്ന് അറിയപ്പെടുന്നത്. ഇനി പറങ്കി നാടകം, തട്ടുപൊളിപ്പൻ നാടകം എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. എന്താണ്? പറങ്കി നാടകം, തട്ടിപ്പൊളിപ്പൻ അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ നാടകം എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കേട്ടോ. ഇനി മലയാളം തമിഴ് കൂടിക്കലർന്ന ഭാഷയാണ് എന്ത്? ചവിട്ട് നാടകത്തിന് ഉപയോഗിക്കുന്നത്. മലയാളം മാത്രമല്ല, മലയാളം തമിഴും കൂടെ കൂടിക്കലർന്ന ഒരു ഭാഷയാണ് എന്ത്? ചവിട്ട് നാടകത്തിന് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ചവിട്ട് നാടകത്തിന് ഉപജ്ഞാതം എന്നറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവി. കേരളത്തിൽ ചവിട്ട് നാടകത്തിന് ഉപജ്ഞാതം എന്നറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ്. അത് മലയാളം തമിഴ് കൂടിക്കലർന്ന ഭാഷയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കോഡായിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ കേരളം മലയാളം മാത്രമല്ല, മലയാളം തമിഴിൽ ഉപയോഗിക്കുന്നു. കാരണം അതിന് ഉപജ്ഞാതാവിന്റെ പേര് മലയാളം തമിഴ് കൂടിക്കലർന്നൊക്കെ ഒരു കോഡായിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ
തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്ന വ്യക്തിയാണിത് ചവിട്ടുനാടകത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. മലയാളം തമിഴ് ഭാഷകൾ കൂടിക്കലർന്ന ഭാഷയാണ് എന്ത് ചവിട്ടുനാടകത്തിന് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ സ്റ്റേജ് ഉപയോഗിക്കുന്ന കേരളത്തിലെ ദൃശ്യകലാരൂപം. അതായത് ഈ ചവിട്ടുനാടകം അവതരിപ്പിക്കണമെങ്കിൽ അതിന് ഒരുപാട് വലിയ സ്റ്റേജ് വേണം. അപ്പൊ കേരളത്തിൽ ഇതുവരെ ഉള്ള കലാരൂപ അല്ലെങ്കിൽ ദൃശ്യകലാരൂപങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ സ്റ്റേജ്, ഏറ്റവും വലിയ സ്റ്റേജ് വേണ്ട കലാരൂപം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ് ചവിട്ടുനാടകത്തിലാണ് കേട്ടോ. ഇനി ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് വെച്ചാൽ കാറൽമാൻ ചരിത്രമാണ്. ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ്? കാറൽമാൻ ചരിത്രം. ചവിട്ടുനാടകത്തിലെ വിദൂഷകൻ അറിയപ്പെടുന്ന കട്ടിയാക്കാരൻ. എന്താണ്? കട്ടിയാക്കാരൻ എന്നാണ് ചവിട്ടുനാടകത്തിലെ വിദൂഷകൻ അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചവിട്ടുനാടകത്തെ പറ്റി പറഞ്ഞത്? പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കാലത്ത് കേരളത്തിൽ ഉടലെടുത്ത കലാരൂപം. കഥകളിക്ക് ബദലായി 17-18 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യൻ മതമേലാധികാരികൾ വികസിപ്പിച്ച കലാരൂപം. ലാത്തിൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഇത് ആവിർഭവിച്ചത്. ഫോർട്ട് കൊച്ചിയിലാണ് ചവിട്ടുനാടക ജന്മസ്ഥലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലാണ് ചവിട്ടുനാടകത്തിന്റെ ജന്മസ്ഥലം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. ചവിട്ടുനാടകത്തോട് കൂടുതൽ സാമ്യമുള്ള യൂറോപ്യൻ സംഗീത നാടകം ഏതാണ്? അത് ഓപ്പേറയാണ്. ഏതാണ്? ഒപ്പേറയാണ്. പറങ്കി നാടകം, തട്ടുപൊളിപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കേട്ടോ. മലയാളം തമിഴ് കൂടിക്കലർന്ന ഭാഷ ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നു. കേരളത്തിൽ ചവിട്ടുനാടകത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചിന്നത്തമ്പി അണ്ണാവി. ഏറ്റവും വലിയ സ്റ്റേജ് ഉപയോഗിക്കുന്ന കേരളത്തിൽ ദൃശ്യ കലാരൂപമാണ് ഇത് ചവിട്ടുനാടകം. ഇനി ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതാട്ടോ. ആദ്യത്തെ ചവിട്ടുനാടകം ഏതാണ്? കാറൽമാൻ ചരിതാണ്. ഈ ചവിട്ടുനാടകത്തിൽ വിദൂഷകർ അറിയപ്പെടുന്നതാണ് കട്ടിയാക്കാരൻ. എന്താണ്? കട്ടിയാക്കാരൻ എന്നാണ് ചവിട്ടുനാടകത്തിൽ വിദൂഷകൻ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് ചവിട്ടുനാടകത്തെ പറ്റി നോക്കാം. നമുക്ക് അടുത്ത നോക്കാം. അടുത്താണ് ഒപ്പന. ഒപ്പന അറിയാത്തവരായിട്ട് ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം സ്കൂളുകളിലൊക്കെ ഒരുപാട് ഈ ഒപ്പന മത്സരങ്ങളും ഇതൊക്കെ നമ്മൾ ഈ ആർട്സിന്റെ സമയത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ കണ്ടിട്ടുള്ള കുറെ പിള്ളേരുണ്ട്. പണ്ട് കാലത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ഒപ്പന എന്ന് പറയുന്ന ഈ കലാരൂപം നമ്മൾ സ്കൂളുകളിലൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഒരു മത്സര കോമ്പറ്റീഷൻ ആയിട്ടായിട്ട് തന്നെ അവതരിപ്പിക്കാറുണ്ട്. അത് തന്നെ ഒപ്പനയെ പറ്റി അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം. എങ്കിലും പ്രീവിയസ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, അതായത് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മലബാറിലെ മുസ്ലിം സമൂഹത്തിലെ വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘനൃത്തമാണ് ഏത്? ഒപ്പന എന്ന് പറയുന്നത്. ഉത്തര മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവന ഉണ്ട്. ഇത് എവിടുത്തെയാണ്? ഉത്തര മലബാറിലെ മുസ്ലിം സമാജത്തിന്റെ വിവാഹാഘോഷങ്ങളാണെങ്കിലും ഉത്തര മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവനയായിട്ടാണ് ഇത് ഒപ്പന വന്നിട്ടുള്ളത്. ഇനി അറബി മലയാള സാഹിത്യ ശൈലിയിലെ മാപ്പിളപ്പാട്ടുകളാണ് ഒപ്പനയ്ക്ക് ഉപയോഗിക്കുന്നത്. എവിടെയാണ്? അറബി മലയാള സാഹിത്യ ശൈലിയിലെ മാപ്പിളപ്പാട്ടുകളാണ് ഒപ്പനയ്ക്ക് ഉപയോഗിക്കുന്നത്. വനിതകളാണ് സാധാരണയായിട്ട് ഒപ്പന അവതരിപ്പിക്കുക. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന, അത്യാവശ്യം ഈ ഒപ്പന കണ്ടിട്ടുള്ള മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമാണുള്ളത്. വനിതകളാണ് സാധാരണയായിട്ട് ഒപ്പന അവതരിപ്പിക്കാറുള്ളത്. അറബി മലയാള സാഹിത്യ ശൈലിയാണ് മാപ്പിളപ്പാട്ടുകളാണ് ഒപ്പന ഉപയോഗിക്കുന്നത്. മാപ്പിളപ്പാട്ടുകൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. അത് കൂടുതലും ഈ പ്രശസ്തി വന്നത് ഇതിലൂടെ ആയിരിക്കും. ഈ ഒപ്പനെ കൂടിയാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ മാപ്പിളപ്പാട്ടുകൾ ഓർമ്മയുണ്ടാവുന്നത്. കാരണം സ്കൂളുകളിലൊക്കെ ഈ മാപ്പിളപ്പാട്ടുകൾ പാടിയാണ് നമ്മൾ ഈ ഒപ്പന അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത് കൂടുതൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും തന്നെ അത്രയ്ക്ക് അടുത്തറിയുന്ന ഒരു കലാരൂപമാണ് ഇത് ഒപ്പന എന്ന് പറയുന്നത്. ഇനി ഉത്തര മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവനയാണിത്. മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ വിവാഹാഘോഷങ്ങളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ ഉത്തര മലബാറിലെ മുസ്ലിം സംസ്കാരത്തിന്റെ സംഭാവനയായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വരും ക്ലാസ്സുകളിൽ കൂടുതൽ കലാരൂപങ്ങളുടെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.